എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC 2024-2025 ബാച്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 2 വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ബാക്കിയാണ് ഞാൻ പാർട്ട് 3 പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഹീറ്റിൻ്റെ 3 ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഹീറ്റിൻ്റെ എന്ന് പറയുന്നത് H I സ്ക്വയർ RT. ഓക്കെ, ഇവിടെ H എന്ന് പറയുന്നത് ഹീറ്റാണ്, I എന്ന് പറയുന്നത് കറണ്ടാണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആൻഡ് T എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ H VIT എന്ന് പറഞ്ഞ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് V സ്ക്വയർ ബൈ R ഇൻറ്റു T. ഓക്കെ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഹീറ്റിൻ്റെ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. H I സ്ക്വയർ RT, H VIT, H V സ്ക്വയർ ബൈ R ഇൻറ്റു T. ഓക്കെ, ഇവിടെ V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I എന്ന് പറയുന്ന കറണ്ടാണ്, T എന്ന് പറയുന്ന ടൈമാണ്. ഓക്കെ, ഇവിടുത്തെ ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് H എന്ന് പറയുമ്പോൾ ഹീറ്റാണ് റെപ്രസെൻറ്റേഷൻ, V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, T എന്ന് പറയുന്ന ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീറ്റിൻ്റെ ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് സൈഡിൽ ഈ പറയുന്ന 3 ഇക്വേഷൻസ് ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹീറ്റ് എനർജി, അതായത് H ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ H ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടുപിടിക്കാനുള്ളത് H ആണെന്ന് നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് H ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനി ബാക്കി വായിക്കുക. ഇൻ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 100 ഓം. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്, അതുമല്ല ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓം എന്ന് പറയുന്നത് ആരുടെ യൂണിറ്റ് ആണ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലേ. സോ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾ എന്താണ്? R ആണ്. സോ R ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? 100 ഓം എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ബാക്കി നോക്കാം. 100 ഓം കേരീസ് എ കറണ്ട് ഓഫ് 1 ആംപിയർ. ഓക്കെ, കേരീസ് എ കറണ്ട് ഓഫ് 1 ആംപിയർ ആണ്. അപ്പോൾ കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? 1 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? ILA. സോ I ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് വെച്ച് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്, ആംപിയർ എന്ന് പറയുന്ന കറണ്ട് യൂണിറ്റ് ആണ്. സോ I ഈസ് ഈക്വൽ ടു 1 ആംപിയർ ഫോർ 1 മിനിറ്റ് ആണ്. ഓക്കെ, മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതിൻ്റെ യൂണിറ്റ് ആണ്? ടൈമിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം ക്വസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ടൈമാണ്. ടൈം എത്ര പറഞ്ഞിട്ടുണ്ട്? T ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന മിനിറ്റ് ആണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. SI യൂണിറ്റ് 8ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈമിൻ്റെ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്ന ഏത് യൂണിറ്റും ഇപ്പം പറയാൻ പറ്റും, ചിലപ്പോൾ സെൻറ്റിമീറ്റർ കൊടുക്കുക, കാരണം എന്ത് വന്നാലും നമുക്ക് എല്ലാം അതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടൈമിൻ്റെ ആണ്. ടൈം വരുമ്പോഴത്തേക്കും നമ്മുടെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് മിനിറ്റിനെ എന്താക്കി മാറ്റണം? സെക്കൻഡാക്കി മാറ്റണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും മിക്ക പ്രോബ്ലത്തിലും ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് കൊടുത്തിരിക്കും, ഇല്ലെങ്കിൽ മിനിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ആക്കാനായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ കൂടെ എന്ത് ചെയ്യണം? 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലേ. സോ 1 × 60. 1 × 60 എന്ത് തന്നെയാണ്? 60 സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏത് നമ്പർ, ഇപ്പോൾ 2 മിനിറ്റ് ആണെങ്കിൽ 2 × 60, 3 മിനിറ്റ് ആണെങ്കിൽ 3 × 60 അങ്ങനെ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് ഫോർമുലയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏത് പ്രോബ്ലം ചോദിച്ചാൽ ഇങ്ങനെ തന്നെ എഴുതി പോകുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. അതിനുശേഷം ആ ഹിൻഡ് ഉപയോഗിച്ച് ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നോക്കിയാൽ R ഉണ്ട്, I ഉണ്ട്, അതുപോലെ T. ഓക്കെ, RIT. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ഈ പറയുന്ന 3 ലെറ്റേഴ്സ് വരുന്ന ഫോർമുല ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്തായാലും V ഇല്ല. V ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെക്കൻഡും തേർഡ് ഫോർമുല എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഫോർമുല അല്ലേ, ഫസ്റ്റ് ഫോർമുല I ഉണ്ട്, അതുപോലെ RT അല്ലേ. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫോർമുലയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഫോർമുല അതേപോലെ നമുക്ക് കോപ്പി ചെയ്യാം. സോ H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. ഓക്കെ,
ഫോർമുല ഞാൻ അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് മാർക്ക് വീഴും. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുമ്പോൾ അവിടെ മാർക്ക് വീഴും. അതുപോലെ ഫോർമുല എഴുതുമ്പോൾ നമുക്ക് അവിടെയും എന്ത് ചെയ്യും, ഒരു 1/2 മാർക്ക് കിട്ടും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെയാണ് സ്കീം അനുസരിച്ച് മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ എഴുതിയിരിക്കുന്ന വാല്യൂസൊക്കെ നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ I² ആണ്. ഐയുടെ വാല്യൂ എത്രയാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? 1 ആംപിയറിലെ. സോ 1². 1 എന്ന് പറയുന്ന ഐയുടെ വാല്യൂ ആണ്. പക്ഷെ I² ഉള്ളത് കൊണ്ട് സ്ക്വയർ എടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ ആറിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 100 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഓപ്പറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. അടുത്ത് ഇൻറ്റു ടിയുടെ വാല്യൂ എത്രയാണ്? 16 അല്ലേ. സോ 16 കൊടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് മാത്രം എഴുതിയാൽ മതി. 1² 1 തന്നെയാണ്. 1 × 100 100 ഇൻറ്റു ബാക്കി 16 അതുപോലെ എഴുതുക. ഓക്കെ, 100 × 16 എത്രയാണ്? 6000. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. പക്ഷെ നമ്മുടെ ഇത്ര കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയോ? ഒരിക്കലുമില്ല. നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് എഴുതി, ദെൻ ഫോർമുല എഴുതി, ആ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നു, ഫൈനൽ ആൻസർ കിട്ടി. അതിനുശേഷം നമ്മുടെ യൂണിറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഹീറ്റ് അല്ലെങ്കിൽ എനർജി വന്നു കഴിഞ്ഞാൽ ഏതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്? ജൂളാണ്. സോ ജെ ആണ് റെപ്രസെൻറ്റേഷൻ. അത് ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഹിൻ്റ് എടുത്ത് എഴുതുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുക. അതിനുശേഷം ഫോർമുല എഴുതുക. ഫോർമുലയിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം ആൻസർ എഴുതുക. ആൻസറിൻ്റെ കൂടെ പ്ലസ് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്കാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 30 minutes when 3 ampere current flows through a iron box designed to work under 230 volt. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹീറ്റ് ഡെവലപ്ഡ്, അതായത് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് എനർജിയാണ് അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഹീറ്റിൻ്റെ 3 ഇക്വേഷൻസ് പെട്ടെന്ന് ഓർക്കുക. ഹീറ്റിൻ്റെ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? H = I² RT, H = VIT, H = V²/R × T. ഓക്കെ ആണല്ലോ. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ എപ്പോഴും ഹീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡിലൊന്ന് എഴുതി നോക്കണം. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം ക്വസ്റ്റ്യൻസ് ബാക്കി വായിച്ചു നോക്കുക. ഹീറ്റ് ഡെവലപ്ഡ്, അപ്പോൾ ഹീറ്റിൽ കണ്ടുപിടിക്കേണ്ട. സോ H = ഓക്കെ, ഡെവലപ്പ് ഇൻ 30 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 30 മിനിറ്റ് അല്ലേ. സോ ടൈമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. T = 30 മിനിറ്റ്സ്. ഓക്കെ, 30 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് അല്ലേ. സോ മിനിറ്റിനെ എന്താക്കി മാറ്റണം? സെക്കൻഡ് ആക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ 60 മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ ആണല്ലോ. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലേ. എങ്കിൽ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 13 × 60 ആണ്. ഓക്കെ, 13 × 60 എത്രയാണ്? 3 × 6 80. പിന്നെ ബാലൻസ് 2 0 ഉണ്ട്. സോ 2 0 അതുപോലെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 1800 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ടൈം അവിടെ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി നോക്കുക. വെൻ 3 ആംപിയർ കറണ്ട്, 3 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? I അല്ലേ. സോ I = 3 ആംപിയർ. അതും നമ്മൾ എഴുതിയ ശേഷം 3 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ അയൺ ബോക്സ് ഡിസൈൻ ടു വർക്ക് അണ്ടർ 230 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. 230 വോൾട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? V ആണ്. സോ V = 230 വോൾട്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര എഴുതുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 1 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? V കൊടുത്തിട്ടുണ്ട്, IT അല്ല. അപ്പോൾ VIT വരുന്ന ഫോർമുല ഇതിൽ ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ അല്ലേ. സോ സെക്കൻഡ് ഫോർമുല അതുപോലെ കോപ്പി ചെയ്യുക. H = VIT. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോർമുല എഴുതി കഴിഞ്ഞ ശേഷം അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് അവിടെ അപ്ലൈ ചെയ്യുക. സോ H = വിയുടെ വാല്യൂ എന്താണ്? 230 ആണ്. സോ 230 അതുപോലെ കൊടുത്തു. ഇവിടെ ഓപ്പറേഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. സോ മൾട്ടിപ്പിളിൻ്റെ സിമ്പിൾ കൊടുക്കുക. അതിന് ശേഷം ഐയുടെ വാല്യൂ എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 ആംപിയർ ആണ്. 3 ഇൻറ്റു T എത്രയാണ്? 1800. ഓക്കെ ആണല്ലോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന 213 × 3 × 1800 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക, ഈ ആൻസറാണ് കിട്ടുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ കിട്ടിയാൽ ഉടനെ നമ്മുടെ ആൻസറിൻ്റെ കൂടെ എന്തും കൂടെ എടുക്കാൻ യൂണിറ്റായ ജൂളും കൂടെ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.